മുജാഹിദും ജമാഅത്തും പെട്ടെന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ പിടിച്ചു വെച്ചാൽ കൊണ്ടുപോകും, വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം അതിൽ ആകൃഷ്ടരാകും. അതിന്റെ നന്മ കൊണ്ടല്ലേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, തതജറ ബിഹിമുൽ അഹ്വാ, അവരിലൂടെ ബിദഈ ചിന്തകൾ, പുതിയ ചിന്തകൾ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ രക്തം നമ്മുടെ ഞരമ്പിലൂടെ പ്രസരിക്കുന്നത് പോലെ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. ആ ബിദഈ ചിന്തകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം തന്നോ, അത് കൽ കലബി, അത് പേവിഷം പോലെയാണ്. പേവിഷം. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, ഞാനൊരു പേപ്പട്ടിയാക്കി വെച്ച ആൾക്കാർ പറഞ്ഞ ഹദീസ് പറയുമ്പോ ഞാനൊന്നും ആക്കണ്ട, അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് കൽ കലബി. ആ ബിദഈ പ്രസ്ഥാനം എന്നത് പേവിഷം പോലെയാണ്. പേവിഷം. പേപ്പട്ടി കടിച്ച് മരിച്ചു നമ്മൾ കേൾക്കാറുണ്ട്. പ്രതിരോധ കുത്ത് മുൻകൂർ വെച്ചിട്ടും മരിച്ചു എന്ന് പത്രത്തിൽ വായിക്കാറുണ്ട്. സത്യത്തിൽ പേവിഷബാധയ്ക്ക് ഇന്ന് വരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. വല്ലാത്തൊരു രോഗമാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ ബിദഈ ആശയം ഒരാളെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് പേവിഷം ശരീരത്തിൽ കടന്നുകൂടിയതുപോലെ, പേവിഷ ബാധിച്ചതുപോലെയാണ്. എന്താ പ്രശ്നം? ലാ യബ്ഖാ മിൻഹു ഇർഖും വലാ മഫ്സിൽ. അത് ബാധിച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു സന്ധിയും ഒരു ഞരമ്പും ഒന്നും ബാക്കില്ല, എല്ലായിടത്തും തത്സമയം പ്രസരിക്കും. പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, അന്ന് എത്രയേ രോഗമുണ്ട്. തങ്ങളാ ഉദാഹരണം പറഞ്ഞോ. ഇന്നും മെഡിസിൻ കണ്ടെത്താത്ത ഈ വിഷബാധയാണ് അന്ന് തങ്ങൾ ഇതിന് ഉദാഹരണം പറഞ്ഞത്. അത് ബാധിച്ചാൽ ഒരു രക്ഷയില്ല, പിന്നെ ആ രോഗം അങ്ങനെ നിലനിൽക്കും, അങ്ങനെ മരിക്കേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഇതാണ് ഈ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥാവിശേഷം. നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അവർ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, എന്താ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ മുജാഹിദുകളായിട്ടും ജമാഅത്തിനും ബന്ധപ്പെട്ട് അവരൊക്കെ കൂടെ നടന്ന അവർ നല്ല ആശയങ്ങൾ നമുക്കും പകർത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന, ചോദിക്കുന്ന പുതിയ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലും കൂട്ടങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ വലിയ പണ്ഡിതന്മാർ അവരുമായി ബന്ധപ്പെട്ടാൽ ദോഷം വന്നില്ലെന്ന് വന്നേക്കാം, അവർക്കും വരാനിടയുണ്ട്. ഇത് കണ്ട് അവരുമായി ഇഴുകിച്ചേർന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ, മുത്താലിം സുഹൃത്തുക്കളുണ്ടല്ലോ, അവരാശയപരമായി മാറിക്കഴിഞ്ഞാൽ ബിദ്അത്ത് ഇതുപോലെയാണ്. ചേർന്നാൽ പിന്നെ തിരിച്ചു കിട്ടൂല. ഒരാൾ മുജാഹിദിക്ക് പോയത് പിന്നെ അടുത്ത ആൾക്കാർ പോകാതിരിക്കാൻ നോക്കാന്നല്ലാതെ ഒരു കാരണവശാലും പോയ ആളുകൾ തിരിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരില്ല. പേവിഷബാധ പോലെ അള്ളാന്റെ റസൂൽ പറഞ്ഞതല്ലേ, അത് വന്നാൽ നശിച്ചു, അത് അങ്ങനെ തന്നെ നിലനിൽക്കും, പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുപോലെ തന്നെ ആ സംഭവം നടക്കും, ഒരു വീഴ്ചയില്ല, ആ വിഷയത്തിൽ ഒരു മാറ്റമല്ല, അത് നിലനിൽക്കും. അങ്ങനെ മരിച്ചു പോകേണ്ടി വരും, അങ്ങനെ മരിച്ചു പോകേണ്ടി വരും, വേറെ യാതൊരു മാർഗമല്ല. അങ്ങനെയുള്ള മാരകമായ കേസാണ് ഈ വിഷയം. ഇത് അങ്ങോട്ട് ചേരും എന്ന് പറഞ്ഞ നേരം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ബഹുമാന്യനായ മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ അവർകളുണ്ടായിരുന്നു, സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പെടുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഒന്നും യൂട്യൂബിൽ ലഭ്യമാണ്. തത്തുല്യമായ ഒരു പ്രഭാഷകനെ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. അള്ളാഹു മഹാനവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹുന്റെ ജന്നാത്തുൽ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നല്ല മറുപടി പറയാൻ കഴിയും ഇങ്ങനെ ചോദ്യോത്തരം നടക്കുന്ന വേദികളിൽ. അദ്ദേഹം ചോദിച്ചു, നമ്മുടെ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വേഗം ആകൃഷ്ടരാകുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അവരെ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ അവർ മുജാഹിദ് സുന്നിക്കേട് വരുന്നില്ല. അതെന്താ സംഭവം? ഇപ്പൊ നമ്മുടെ മുജാഹിദിന് കുറച്ച് കോളേജുകളുണ്ട്. നമ്മുടെ കുട്ടി പഠിക്കാനല്ലേ, തൽക്കാലം സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാ, കുട്ടി പഠിക്കലവിടെ പഠിക്കട്ടെ, ഒക്കെ ഇസ്ലാം ദീനല്ലേ, മറ്റൊന്നും ശ്രദ്ധിച്ചാൽ പോരെ വിചാരിക്കും. 6 മാസം കഴിയുമ്പോൾ കുട്ടി മുജാഹിദാവും. പിന്നെ നമ്മൾ എന്ത് തല കുത്തി മറിഞ്ഞ കാര്യമില്ല, കുട്ടിനെ സുന്നിക്ക് തിരിച്ചു കിട്ടൂല. അനുഭവമുള്ള ധാരാളം ആളുണ്ടാവുമല്ലോ. നേരത്തെ മുജാഹിദിന്റെ സാധാരണ പ്രവർത്തകനെ നമ്മുടെ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്താൽ നമ്മൾ 1 വർഷമല്ല, 2 വർഷമല്ല, 4 വർഷമല്ല, 5 വർഷം കോഴ്സ് കഴിയുന്നവരെ ആ കുട്ടിനെ നേരാക്കാൻ ശ്രമിച്ചാലും ആ കുട്ടി മുജാഹിദ് പ്രസ്ഥാനം പിന്തിരിയില്ല. അതിന്റെ മഹത്വമല്ല, ബിദ്അത്തിന്റെ പ്രത്യേകതയാണ്. മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ കോളേജിൽ ചേർത്ത കുട്ടികൾ വേഗം അങ്ങോട്ട് പോകുന്നു, നമ്മളെ കോളേജിൽ അവരെ കുട്ടികളെ ചേർത്താൽ അവരിങ്ങോട്ട് മാറുന്നില്ല, എന്താ സംഭവം എന്ന് പറഞ്ഞു. ഇവർ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, രോഗം പകരും, ആരോഗ്യം പകരില്ല എന്ന് പറഞ്ഞു. ബിദ്അത്ത് രോഗം പകരും, പെട്ടെന്ന് പകർന്നു കൊടുക്കും. ഇത് ആരോഗ്യമാണ് സുന്നത്ത് ജമാഅത്ത്, അത് പകരില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ ചെയ്യുക.
എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു, അത് സന്യാസിന്റെ താടി പോലെയാണ് എന്ന് പറഞ്ഞു. സന്യാസിന്റെ താടി പറഞ്ഞാൽ സന്യാസിന്റെ വിശ്വാസം ജീവികളെ കൊല്ലാൻ പാടില്ല എന്നാ. പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഒന്നും മാംസം ഒന്നും കഴിക്കൂല, കാരണം ജീവികളെ കൊല്ലാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള സന്യാസി ഒരിക്കൽ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ എങ്ങനെയോ സന്യാസൻ താടിന്റെ ഉള്ളിൽ ഒരു ഉറുമ്പ് കയറിക്കൂടി. ഉറുമ്പ് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി. സന്യാസിക്ക് മനസ്സിലായത് ഉറുമ്പാണ്, പക്ഷെ ശരിക്ക് തെരഞ്ഞിങ്ങനെ എടുത്താൽ ഉറുമ്പ് ചത്തുപോകാൻ സാധ്യതയുണ്ട്, ജീവനെ കൊല്ലാൻ പാടില്ലല്ലോ. സഹിച്ചിങ്ങനെ നടന്നു, മെല്ലെ മെല്ലെ ഇങ്ങനെ ഒപ്പിച്ചു പോയി. ഭാഗ്യത്തിന് പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടു സന്യാസി. അതിൽ താടി വെച്ചു കൊടുത്താൽ ഈ ഉറുമ്പ് കൂട്ടുകാരെ കാണുമായിട്ട് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താടി കണ്ട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. വെച്ചു സന്യാസി. എന്താ സംഭവിക്കുക? ആ ഉറുമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിന് പകരം മറ്റേ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിക്കൂടി. ഇതാണ് ബിദഅത്തിന്റെ ഉദാഹരണം. നമ്മൾ അവരെ നന്നാക്കി എടുക്കാൻ ബന്ധപ്പെടുത്തി ഇങ്ങോട്ട് കൂട്ടാന്ന് വിചാരിച്ച് അവരെ പരിപാടിക്കും കൂട്ടുകാരനും ഒക്കെ ആയി പോയാൽ നമ്മൾ അങ്ങോട്ട് പോകല്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. ഇതാണ് ബിദഅത്തിന്റെ ഉദാഹരണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു.